ഹലോ. അപ്പോൾ ഇതിപ്പോൾ ഗുഡ് മോർണിംഗ് ആണ്. സമയം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2-2:30 ഞാൻ എയർപോർട്ടിൽ പോകാട്ടോ. എൻ്റെ അപ്പ കൊണ്ട് ഡ്രോപ്പ് ചെയ്യണം. അങ്ങനെ ഞാൻ എയർപോർട്ടിലെത്തി. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഐ വിൽ ഹാവ് സംതിങ്. കാരണം എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വൻ പോസ്റ്റാണല്ലോ ഇവിടെ, വൻ പോസ്റ്റ്. ഓക്കെ, അങ്ങനെ എന്തോ ഞാൻ ലൈറ്റായിട്ടൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെയും എനിക്ക് കുറച്ചധികം നേരം ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് 5:30 ഫ്ലൈറ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബോർഡ് ചെയ്തു. ഇങ്ങനെ കൊച്ചു വെളുപ്പാങ്കാലം ഇതുകൊണ്ട് ഇന്ന് രസമുണ്ടായിരുന്നു ലൈറ്റൊക്കെ ആയിട്ട്. അങ്ങനെ നേരമൊക്കെ വെളുത്തു. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് എത്താറായി. മുംബൈ എയർപോർട്ട്. അന്തേരി കിട്ടിയില്ല. അന്തേരി കാണുന്നില്ലടോ. കണ്ടു. ഓക്കെ, അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്തു. അതിൻ്റെ ശാലിൽ തന്നെ പിക്ക് ചെയ്യാൻ വന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ഡേ പോയത് ഷോപ്പിംഗ് ആണ്. കാരണം ഞാൻ ഡ്രസ്സായിട്ട് ഒന്നും കൊണ്ടുവന്നില്ലായിരുന്നു വീട്ടിൽ നിന്ന്. സോ ഞാൻ ആകെ ഒരു ആദ്യത്തെ ദിവസം ഇടാൻ വേണ്ടിയുള്ള മാത്രം ഞാൻ കൊണ്ടുവന്നുള്ളൂ. എന്നിട്ട് ബാക്കി ഫുൾ അവിടെ വന്നിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ കാലി ബാഗായിട്ട് പോയത്. അങ്ങനെ കുറേ എനിക്കൊന്ന് അവിടെ ഒരു 5 days എന്തോ ഉണ്ടായിരുന്നു. അപ്പം 5 ദിവസത്തിലേക്കുള്ള ഡ്രസ്സ് ഞാൻ എടുത്തേ. കുറച്ചൊക്കെ നമ്മൾക്ക് ഇഷ്ടമായി, കുറച്ചൊക്കെ നമ്മൾ ബാർഗെയിൻ ചെയ്തു. പക്ഷെ നമുക്ക് കിട്ടിയില്ല, അത് നമ്മൾ ശശിയായിട്ട് പോയി. ബട്ട് സ്റ്റിൽ നമുക്ക് അത്യാവശ്യം ക്ലോത്ത്സ് ഇട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പം ആലോചിക്കുമ്പോഴേക്കൊന്നും ഇപ്പോഴും ഞാൻ 2 ഓവർ-സൈസ് ടീഷർട്ട് മേടിക്കേണ്ടത്, അത് കിട്ടിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ആ കഫേയിൽ നിന്ന് പിന്നെ ഇറങ്ങിയിട്ട് പിന്നെയും ഷോപ്പിങ്ങിന് പോയി. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ സാധനവും കിട്ടി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ക്ഷീണിച്ച് നമുക്ക് വിശക്കുന്നുണ്ടായിരുന്നു നന്നായിട്ട്. അപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറി. നമ്മൾ ഫസ്റ്റ് സൂപ്പ് അയച്ചു. ഇത് കണ്ടു, ഇതിൻ്റെ അകത്ത് ബ്രെഡൊക്കെ ഇട്ടിട്ടുണ്ട്. ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. യൂഷ്വലി എനിക്ക് ഉള്ളി ഇഷ്ടമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഒരു മെയിൻ കോഴ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതെന്തോ റൈസായിരുന്നു മെയിൻ കോഴ്സ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് കഴിച്ചത്, കാരമൽ കസ്റ്റർഡ് പുഡിങ്. ദാറ്റ് വാസ് സൂപ്പർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മളുടെ ഡേ അവസാനിച്ചു. നമ്മൾ ബാൻഡ്രയിലാട്ടോ ഷോപ്പ് ചെയ്യാൻ പോയത്. ഞാൻ അത് കണ്ടപ്പോഴാണ് ഓർത്തത്. അത് ഞാൻ ലോക്കൽ ട്രെയിനിലൊക്കെ കയറി നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. ലോക്കൽ ട്രെയിനിലൊക്കെ കയറി ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അവിടെ. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് നൈസ്. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ ഫുഡ് കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം ഐസ്ക്രീം കഴിക്കാൻ പോയിട്ട് ആസ് യൂഷ്വൽ ഐ ഓർഡേർഡ് ചോക്ലേറ്റ് ഐസ്ക്രീം. ഭയങ്കര ചോക്ലേറ്റ് സിറപ്പൊക്കെ വെച്ച് ഭയങ്കര രസമായിരുന്നു. അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡേ ഇൻ മുംബൈ.